ലഹരിക്കേസിൽ നടൻ ഷൈൻ ടോം ചാക്കോയുടെ മൊഴി പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കാതെ പോലീസ്. ഹോട്ടൽ മുറിയിൽ നിന്ന് ഇറങ്ങി ഓടിയതിൽ ഷൈൻ നൽകിയ വിശദീകരണത്തിൽ പോലീസിന് തൃപ്തിയില്ല. ഷൈൻ ടോം ചാക്കോ നൽകിയ മൊഴികളും മറ്റു തെളിവുകളും പരിശോധിച്ച ശേഷം വീണ്ടും നടനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാനാണ് പോലീസിന്റെ ആലോചന. ഷൈൻ ടോം ചാക്കോക്കെതിരെ ചുമത്തിയിട്ടുള്ള എഫ്ഐആർ ദുർബലമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ഇത് മറികടക്കുന്നതിനായി തെളിവുകൾ സമാഹരിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ്. ഷൈൻ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ പേരുടെ മൊഴി രേഖപ്പെടുത്തും. അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണ്. തുടർ അറസ്റ്റുകളുടെ കാര്യത്തിൽ തീരുമാനം പിന്നീടെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ. അന്വേഷണം നടത്തി വരുന്നുണ്ട്. അപ്പോൾ അതിലെ ഭാഗമായിട്ട് നമ്മൾ കുറച്ച് സാമ്പിളുകൾ എടുത്തിട്ടുണ്ട്. ആ സാമ്പിൾസ് എല്ലാം FSLലേക്ക് അയച്ചിട്ട് അതിന്റെ റിപ്പോർട്ട് വന്നിട്ട് ശേഷം നമുക്ക് ആവശ്യമുള്ള നടപടിക്രമങ്ങൾ എടുക്കും. ഷൈൻ അന്വേഷണത്തോട് സഹകരിക്കുന്നുണ്ട്. എന്നാൽ ഷൈൻ ടോം ചാക്കോയുടെ മൊഴികൾ പൂർണ്ണമായും വിശ്വസിച്ചിട്ടില്ല. ഗുണ്ടകൾ ആക്രമിക്കാൻ വന്നതിനെ തുടർന്നാണ് ഹോട്ടൽ മുറിയിൽ നിന്ന് ഇറങ്ങി ഓടിയതെങ്കിൽ എന്തുകൊണ്ട് പോലീസിനെ അറിയിച്ചില്ല എന്നാണ് സംശയം. കൂടുതൽ തെളിവുകൾ ലഭിച്ച ശേഷമാകും വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുക. ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിച്ചു വരികയാണെന്നും പോലീസ് വ്യക്തമാക്കി. ഷൈനുമായി ലഹരി ഇടപാട് നടത്തിയ സജീറിനെ കേന്ദ്രീകരിച്ചും അന്വേഷണം ശക്തമാണ്. ലഹരി ഉപയോഗം മാത്രമല്ല, ഷൈൻ ടോം ചാക്കോക്ക് ഡ്രഗ് പെഡ്ലേഴ്സുമായുള്ള ബന്ധത്തിന്റെ വേരുകൾ കൂടി പോലീസ് അന്വേഷിക്കുകയാണ്. അതൊരു പക്ഷേ സിനിമാ മേഖലയിലേക്ക് കൂടി കടന്നേക്കും. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24.